നമസ്കാരം. ഏവർക്കും സ്പിരിച്വാലിറ്റിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുന്ന ഏതൊരു കാര്യത്തിനും വിഘ്നങ്ങൾ വരികയില്ല. സിദ്ധിയുടെയും ബുദ്ധിയുടെയും ഇരിപ്പിടമാണ് ഗണപതി ഭഗവാൻ. ഗണപതി ഭഗവാനെ ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുന്ന ഏതൊരാൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഭഗവാൻ നൽകുന്നതാണ്. കൂടാതെ യാതൊരു വിധത്തിലുള്ള വിഘ്നങ്ങളും സംഭവിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ഏറെ നാളായി നാം ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യമെങ്കിലും നടക്കാതെ പോവുകയോ അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിന് ഇറങ്ങിയാലും തടസ്സങ്ങളാണ്, ഒന്നും തന്നെ നടക്കുന്നില്ല എന്നും ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിട്ടുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ നമുക്ക് ഗണപതി ഭഗവാന്റെ ലളിതമായ ഈ ഒരു വഴിപാട് ഒന്ന് ചെയ്തു നോക്കാം. അതിരാവിലെ ദേഹശുദ്ധി വരുത്തിയതിനു ശേഷം പൂജാമുറിയിലോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ വിളക്ക് കൊളുത്തുന്നത് അവിടെ ഗണപതി ഭഗവാന്റെ ഒരു ഫോട്ടോയോ വിഗ്രഹമോ ഉണ്ടാകുമെങ്കിൽ അതിൽ 18 നാരങ്ങകൾ വീതം മാലയാക്കി ചാർത്താവുന്നതാണ്. നാരങ്ങാമാല ഭഗവാന് ഏറ്റവും പ്രധാനമായ ഒരു വഴിപാടാണ്. 18 ചെറുനാരങ്ങകൾ ഉപയോഗിച്ച് വേണം മാല ചാർത്തുവാൻ. തുടർച്ചയായി 3 ദിവസം ഈ വഴിപാട് സമർപ്പിക്കണം. 3-ാം ദിവസം വിഘ്നഹര സ്തോത്ര പുഷ്പാഞ്ജലി നടത്തുകയോ അല്ലെങ്കിൽ വിഘ്നഹര സ്തോത്രം ജപിക്കുകയോ ചെയ്യാം. വിഘ്നഹര സ്തോത്രം ജപിച്ചുകൊണ്ട് മുക്കുറ്റി സമർപ്പിക്കാവുന്നതാണ്. ഇത്തരത്തിൽ പ്രാർത്ഥിക്കുന്നതിലൂടെ നിങ്ങളുടെ നടക്കാതായ ഏതെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനായി നിങ്ങൾ നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വഴിപാട് നടത്തുകയാണെങ്കിൽ തീർച്ചയായും ഫലം ലഭിക്കുന്നതാണ്. വിഘ്നഹര സ്തോത്രം നിത്യവും ജപിക്കുന്നത് സർവാഭീഷ്ട സിദ്ധിക്കും സർവ്വവിഘ്നങ്ങളും അകലുവാനും നല്ലതാണ്. വിഘ്നഹര സ്തോത്രം രാവിലെയോ വൈകിട്ടോ 3 തവണയെങ്കിലും ജപിക്കുന്നത് അത്യുത്തമമാണ്. സ്തോത്രം